വേറെയും ഗേൾസ് ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ അങ്ങനല്ല, നമുക്ക് ചോദിക്കുമ്പോ കൊടുക്കുന്ന പോലായിരിക്കും. നാക്കും കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അല്ല, ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്താണ്. ഇപ്പൊ ഹാഷ് പിള്ളേരൊക്കെ എത്തിയത് ആ ഒരു വഴി തന്നെയാണല്ലോ. December 5 ഫസ്റ്റ് വീഡിയോ ചെയ്യണത്. തുടക്കം തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയും മാക്സിമം 1-2 വീഡിയോ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഇത്രയും ആണുങ്ങളുടെ ഒപ്പം അനുഭവിക്കുമ്പോ ഇത് മാത്രം നമുക്കിത് ഹൈലൈറ്റ് ഇടാം കേട്ടോ. ഇവിടെ ഒഴിവാക്കും, അഭിഷേകം ഒഴിവാക്കും. ആണോ? അതെന്താ? കഷ്ടപ്പെട്ടാണ് ഒരു കൈ ഇതാക്കണ സീൻ ചെയ്ത്. ഞാൻ കണ്ടു. നമ്മളെ ഒരു പാർട്ടിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലായില്ല ശരിക്കും. ആ കഥയില് ഇവൻ ബെസ്റ്റ് കളിച്ച് വന്നിട്ട് അവര് തമ്മിൽ സംഭവം നടക്കുന്നുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലായില്ല അല്ലേ? താൻ കമ്പ്യൂട്ടറാണോ? തനിക്ക് ബെസ്റ്റ് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലൊക്കെ? ബെസ്റ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കഥ ഒന്ന് പറഞ്ഞെന്താണല്ലോ? ഞാനല്ലേ ചോദ്യം അവൻ തന്നെ സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത നിങ്ങളെന്താ കുട്ടികളെ വെച്ച് റീലെടുക്കൂലെന്ന് പറഞ്ഞ ഫസ്റ്റ് ചെകളത്തൊക്കെ കൊടുത്തു. ഓടിക്കാൻ ഞാനോടി ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഓടിക്കണം. അത് നാട്ടിലോരൊക്കെ പറഞ്ഞേക്കണത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് പാതിര കോഴികളാണ്. നമസ്കാരം. നമസ്കാരം. എല്ലാവരും ഞാൻ പേരെടുത്ത് പറയണ്ടെന്ന് വെച്ചാൽ ടീമിന്റെ പേരായിട്ട് അങ്ങ് പറയാലോ. അതിന്റെ നയിക്കുന്നത് അശ്വിനാണോ അതോ എല്ലാരും കൂടിയാണോ നയിക്കുന്നത്? അഭിഷേക്. എനിക്ക് അറിയായിരുന്നു, അപ്പൊ നിങ്ങൾ പറയുമല്ലോ, അതനുസരിച്ച് ഞാൻ മാറ്റി പറഞ്ഞതാ. ഓക്കെ, ഇത് അഭിഷേക്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അശ്വിൻചിറയുടെ അക്കൗണ്ടിന്ന് വീഡിയോസ് പറഞ്ഞോണ്ട് അതെന്താ പിന്നെ? അപ്പൊ ആരാ? എനിക്ക് അശ്വിൻചിറയുടെ ഡയറക്ഷൻ പരിപാടി ചെയ്യാൻ അശ്വിൻചിറയും പ്രണവാണ് മെയിൻ ആയിട്ട് ഡയറക്ഷൻ. അവന്റെ പേര് എല്ലാ ക്യാരക്ടേഴ്സിനും അത് ഒരുപാട് പേരെ ഒരു കൺഫ്യൂഷൻ ആണ് പരിപാടി. ഞാനാണ് അശ്വിൻ, എന്നെ അശ്വിൻ ഓട്ടിക്കണം ആൾക്കാരെ വിളിക്കണത്. ഇവനാണ് അശ്വിൻ. നീയല്ല, നീ. ഓക്കെ, അശ്വിൻ, കൃഷ്ണ, അഭിഷേക്, പ്രണവ്, അഭിജിത്ത്, അമരേഷ്. ഇതിനകത്ത് ആദ്യമേ പറഞ്ഞു അമരേഷ് ഇൻട്രോവേർട്ട് ആണ്, അപ്പൊ അതുകൊണ്ട് അധികം സംസാരിക്കില്ല. കംഫർട്ട് സോണിലേക്ക് വന്നു കഴിയുമ്പോഴാണ്. നിങ്ങൾ ആക്ച്വലി ആരാണ്? ഫ്രണ്ട്സ് ആണോ? നമ്മയൊക്കെ അയൽവക്കാരാണ്. എന്റെ അപ്പുറത്തുള്ളവൻ, കുറച്ചപ്പുറവൻ, പിന്നെ കുറച്ച് മാറിട്ടവൻ. രണ്ട് ബസ് സ്റ്റോപ്പ് ഒക്കെ ചെയ്യണം. നിങ്ങൾ വേറെയും ഗേൾസ് ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ ഗേൾസ് ഒക്കെ ഉണ്ട്. അവരും ഇതേപോലെ നമ്മളെ അശ്വിൻചിറയാണ് കൊണ്ടുതന്നെ ചാൻസ് വയസ്സൊക്കെ അതിനകത്തോട്ട്. അങ്ങനല്ല, നമുക്ക് ചോദിക്കുമ്പോ കൊടുക്കുന്ന പോലായിരിക്കും. അശ്വിനെ കേരളാവുന്നുണ്ട്. നമ്മുടെ വിഷയത്തിൽ നിന്ന് അശ്വിനാണ് എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നത് അല്ലെ? ഗേൾസിന് അല്ല, ഇവരുണ്ട് ഇത്രയും പേര് നിൽക്കുമ്പോഴത്തേനും വേറെ ബോയ്സിന് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഗേൾസിനല്ലേ പിന്നെ ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? നിങ്ങളൊന്നും അവരും വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അപ്പൊ അശ്വിനാണ് ഗേൾസിനൊക്കെ ചാൻസ് കൊടുക്കുന്നത്. പിന്നെ ഓക്കെ, അതല്ലേ നിങ്ങളാണ് മെയിൻ വില്ലന്മാരെന്ന് തോന്നണം അല്ലേ? അതെന്താ ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാ വില്ലത്തരം കാണിക്കുന്നത്? അതെങ്ങനെ ഇവര് കാസ്റ്റ് ചെയ്യുന്നു? ഇല്ല, ഞാൻ കേട്ടില്ല. നാക്കും കൊണ്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഒരാശം കൂടി വരും. ആക്ട് ചെയ്യുമ്പോഴേ വരത്തുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ കോണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നത് അശ്വിനല്ലേ? നിങ്ങൾ ഡയറക്റ്റ്? ഞാനുണ്ട്, ഇവനോട് അതാണ് മില്യൺ പോയതെന്ന് തോന്നുന്നത്. അത് ആദ്യം മില്യൺ പോയി.
ഈ സാധനമാണ് കുറെ അങ്ങ് വൈറലായി പോയത്. ഞാനതൊക്കെ അത് ആദ്യമേ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. എല്ലാരും ഭയങ്കര ഒറിജിനാലിറ്റി, ഭയങ്കര എന്താ പറയാ, ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നത്തേ ഇല്ല. ചില ആൾക്കാർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ ഒരു ബോർ ഫീലൊക്കെ അടിക്കുമല്ലോ. നിങ്ങളത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നി. അത് എല്ലാരും നല്ല കഴിവുള്ള മനുഷ്യനാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇത് എങ്ങനെ ഈ അയൽപക്കക്കാരൊക്കെ ഇങ്ങനെ കഴിവുള്ളവരായിട്ട് പണ്ട് കഴിവുകളാണ് പലരും. ചെറുതിലൂടെ ഞങ്ങൾക്ക് ഒരു അമ്പലമുണ്ട്. അല്ലെ, നമുക്ക് അവിടെ നമ്മ ചെറുതിലോടങ്ങി സിനിമ, നീ ഡയറക്ഷൻ ചെയ്യും, ഞാൻ അഭിനയിക്കുക, നീ ക്യാമറ ഓടി. അങ്ങനെ 10ാം ക്ലാസ് തുടങ്ങിയ ഷോർട്ട് ഫിലിം പരിപാടിയൊക്കെ ചെയ്ത് 3-4 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അല്ലെ, പാതിരാക്കോഴി ഷോർട്ട് ഫിലിമിന്റെ പേരാണ്. പിന്നെ ചേട്ടൻ, നന്ദു, അങ്ങനെ കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്യാപ്പ് വന്ന ശേഷം ഇപ്പൊ 1 വർഷമായി നമ്മ നവംബർ കഴിഞ്ഞ് ഡിസംബർ തുടങ്ങിയിട്ടാണ് റീൽസ് തുടങ്ങിയിട്ട് 1 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? അല്ലെങ്കിൽ ആ റീല് ചുമ്മാ ഇട്ട് തുടങ്ങിയപ്പോഴാണ്? അല്ല, ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചെയ്താണ്. ഇപ്പൊ ഹാഷ് പിള്ളേരൊക്കെ എത്തിയത് ആ ഒരു വഴി തന്നെയാണല്ലോ. വന്നു തുടങ്ങി നമുക്കും ചെയ്യാം. എന്നും ചെയ്യണില്ല, കാരണം എല്ലാരും ജോലി തിരക്ക് പരിപാടിയൊക്കെ ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കാണാണ്ട് വരെ മൊത്തം ഇത് പെട്ടെന്ന് അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാല. കുറെ നാളായില്ലെന്ന് പറഞ്ഞിട്ട് ഒരു തുടക്കം തുടങ്ങിയാണ്. ഡിസംബർ 5 ഫസ്റ്റ് വീഡിയോ ചെയ്യണത്. അങ്ങനെ തുടക്കം തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയും മാക്സിമം 1-2 വീഡിയോ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ വൈറലാണ് എനിക്ക് ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേയുടെ ഒരു സീരീസ് ആയിരുന്നു. അത് അത്യാവശ്യം നന്നായിട്ട് പോയി. പിന്നെ അത് 1 മില്യൺ, ഫസ്റ്റ് 1 മില്യൺ അതാണ്. അവിടെ നിന്ന് ഓരോരോ സ്റ്റെപ്പുകൾ ആയിട്ട് സെറ്റായി ഇങ്ങനെ പോകുന്നു. ഈ 1 മില്യൺ ഇങ്ങനെ കാണുമ്പോഴേക്കും വരുന്ന ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ ഭയങ്കര അഡിക്ഷൻ ആയിരിക്കും അല്ലേ? നിങ്ങൾ എങ്ങനെയാ അതൊക്കെ ആഘോഷിക്കുന്നത്? ഈ 1 മില്യൺ ഒക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നത്? പോസ്റ്റ് മാത്രല്ല, പിന്നെ രാത്രി വീറ കൂടി. അതാ ഞാൻ ചോദിച്ചത്. അടിക്കാറൊന്നുമില്ല. ഇല്ല, ഇതിനകത്ത് എന്താണ് എന്താ പറയാ, ഈ ഒരു കൂട്ടത്തിൽ നിന്നല്ലാതെ നിങ്ങൾ വേറെ ഒരു ഫ്രണ്ട് സർക്കിളിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊസസീവ് ഉണ്ടാവുന്ന ആൾക്കാരുണ്ടോ അതിനകത്ത്? ആണോ അങ്ങനെ പൊസസീവ് ഉള്ള? അല്ല, വയനാട് ആൾക്കാരുണ്ടല്ലേ നിങ്ങളോട് പറയാതെ ട്രിപ്പൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്? പെമ്പിളേട് മാത്രം. പക്ഷേ അല്ലേ, അതാരടാ? അത് തൊട്ട് കാണിച്ചാ മതി. ഇത്രയും ആണുങ്ങളുടെ ഒപ്പം അനുഭവിക്കുമ്പോ ഇത്രയും ആണുങ്ങളുടെ ഒപ്പം അഭിനയിക്കുമ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എന്നിട്ട് ഞാൻ എല്ലാവരായിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഏറ്റവും കൂടുതൽ അശ്വഞ്ചറായിട്ട് അശ്വഞ്ചറായാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അന്നാണ് ഞാൻ പിന്നെ എല്ലാരും പിന്നെ അന്ന് എല്ലാരായിട്ടും പരിചയപ്പെട്ട് അഭിഷേകത്തിനായാലും കമ്പനിയാണ്. പിന്നെ എല്ലാരായിട്ടും ഹരി നമ്മ ആ ക്യാരക്ടർ പോലെ അല്ല ഹരിയുടെ സ്വഭാവം. ക്യാരക്ടർ പോലെ ഓഹോ അതെടുത്ത് പറഞ്ഞോട്ടെ. ആണോ? ആദ്യമായിട്ട് അപ്പുറത്തിപ്പുറത്ത് ഇരിക്കുന്ന ആൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് വേണം. അതും അത്രയ്ക്ക് ഡീസന്റാ? അതുകൊണ്ടല്ല, ഡീസന്റ് ആയിട്ടല്ല. ആദ്യം ഒരു ഇതുണ്ടായിരുന്നു തെറി പറയാനൊക്കെ ഇട്ട്. ഇപ്പൊ ആദ്യം ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് പറയാനായിട്ട് ഒരു ഇതുണ്ടായി. പിന്നെ അതിപ്പോ ചെയ്ത് മാറി മാറി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആദ്യം പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്ത് ഓക്കെ. നിങ്ങൾ ഇത് എന്തെങ്കിലും റീലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നിങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ച് താഴ്ത്തണം എന്നുള്ള രീതിയിൽ ക്രിറ്റിസിസം ചെയ്യാറുണ്ട്? അത് വേണ്ട, ഇത്രയ്ക്ക് വലിയൊരു റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. മൈക്ക് പാസ്. ലവ് മാത്രമാണ് ചെയ്യണത്, ഇതിന് വേറെ പരിപാടി ഒന്നുമില്ല. ലവ് എന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് അല്ലേ? പക്ഷെ അതിനെ റീച്ചുണ്ട്. നമ്മൾ എടുത്തു പോയി കഴിഞ്ഞാൽ ലവ് കാണാനും എടുക്കാനും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത്. ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ആൾക്കാർ എൻജോയ് ചെയ്യാനുണ്ട്. നമ്മ അത് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ
അല്ലേ? അത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ പറയൂ. നമ്മുടെ അടുത്ത സർക്കിൾ മാത്രമേ പ്രശ്നം, പുറത്തോട്ട് പിള്ളേർക്ക് പുറത്തോട്ടുള്ളവരൊക്കെ സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു നാട്ടുകാരായിരിക്കും അല്ലേ? ഇത് മാത്രം നമുക്കെടുത്ത് ഹൈലൈറ്റ് ഇടാം കേട്ടോ. ആ പറയൂ. എന്താ പറയണ്ടേ? ഒരു ഡയറക്ടർ എന്ന നിലയിൽ പറയൂ. അല്ല, എനിക്ക് ഇഷ്ടം ചെയ്യാൻ ലവ് ചെയ്യാൻ ഇഷ്ടം ഏറ്റവും കൂടുതൽ. പിന്നെ ലവിന് പിന്നെ നമുക്ക് പല ചോണറി പോവാലോ, മറ്റേ ബ്രേക്കപ്പ് പോവാ, അല്ലെങ്കിൽ ഇമോഷണൽ പോവാ. അപ്പൊ എനിക്കത് ഇഷ്ടം ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ റീച്ച് ഉള്ളതിനാണ് ഏറ്റവും കൂടുതൽ. വില്യൻസ് ബ്രേക്കപ്പിന് ഓൾറെഡി മില്യൻസ് ഉണ്ട് ഓൾറെഡി. പിന്നെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് അതാണ്. ടോക്സിക് ഡിഫറെന്റ് കൊടുത്തമ്മല്ലേ, ഇപ്പൊ ഇതൊക്കെ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതകഥയിൽ നിന്ന് എല്ലാ കഥ എനിക്ക് കഥയാണ് അത് ഞങ്ങൾ മിക്ക റീൽ കഥയാണ് മിക്കതും. ഒരു 60% റിയൽ ആയിട്ടുള്ള കഥയാണ്. ആണല്ലേ? അതെ അതെ. കുറച്ച് പണം വേണ്ടിയാണ്, കുറച്ച് വേണ്ടിയാണ് പരിപാടി. ഏതാ ശരിക്കും നിങ്ങളുടെ കഥ ഭയങ്കരമായിട്ട് മാച്ച് ഉള്ളത്? പറഞ്ഞിട്ട് പോയാ മതി. ഈ കവാടത്തിന്റെ അപ്പുറത്തും കിടക്കണമെങ്കിൽ പറഞ്ഞിട്ട് പോയാ മതി. ടോക്സിക്കിന്റെ 3 പാർട്ടോളം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കഥയാണ്. ഏതാ ടോക്സിക്? ടോക്സിക്കിന്റെ 3 പാർട്ട്. അതിൽ ഇവന്റെ വന്നിട്ടുണ്ട്, അവന്റെ എല്ലാരും വന്ന കഥയാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ കുറച്ച് ഇമാജിന് വേണ്ടി ചെയ്ത പരിപാടി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയാ ടേക്കുകൾ എടുക്കേണ്ട വരേണ്ടത് ആരുടെ കൂടെ എടുക്കുമ്പോഴാണ്? ഒറ്റ ടേക്കിലും കറക്റ്റ് ആക്കാറുണ്ടോ എപ്പോഴും? അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇവൻ നല്ലോണം ടേക്ക് എടുക്കും, ഞാൻ അത്ര എടുക്കില്ല. പക്ഷെ ഇവൻ ഭയങ്കരമായിട്ട് ഓരോ ടേക്കിലും മാറിയിട്ട് പിന്നെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നോക്കും. ഞാൻ അത്രയും പിടിക്കൂല. ഇവൻ ഓരോ ടേക്ക് എടുത്ത് നന്നാക്കി പോകും. അപ്പൊ ആരെ ക്യാമറ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മാറി ചെയ്യോ? അഭിനയിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഡയറക്ട് ചെയ്യാനായിട്ടാണോ? അല്ല, ഡയറക്ട് ചെയ്യാൻ മെയിൻ ആയിട്ട്. സ്റ്റോറി എടുത്ത് ഡയറക്ട് ചെയ്യാൻ മെയിൻ പരിപാടി. എനിക്ക് ഇഷ്ടം. പിന്നെ അഭിനയിക്കാൻ ഉമ്മ വിളിക്കും, പക്ഷെ ഞാൻ പോവാറില്ല. ഇപ്പൊ അശ്വിൻ ഒരു മൂവി ചെയ്യാണ് എന്ന് വിചാരിച്ചോ, അപ്പം ഇവരെ കണ്ടിട്ടല്ല എഴുതിയേക്കുന്നത്? അതെ, ഇവരെ കണ്ടിട്ട് എഴുതിയാണത്. അതല്ല, അങ്ങനെ വിചാരിക്കാൻ. ഇപ്പൊ ഞാൻ തരുന്ന ഇതിനകത്ത് ആരെങ്കിലും ഒരാളെ റിമൂവ് ചെയ്യണമെങ്കിൽ ആരെ ചെയ്യും? ആരെങ്കിലും ഒരാളെ ചെയ്യണോട്ടാ, ആരെങ്കിലും ഒരാളെ ചെയ്യണോട്ടാ. ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഇല്ലാണ്ടായിപ്പോ. അല്ല, അങ്ങനെ റിമൂവ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഇവിടെ ഒഴിവാക്കും, അഭിഷേകം ഒഴിവാക്കും. ആണോ? അതെന്താ? ഓ, അതിപ്പോ നിങ്ങൾ പ്ലാൻ ചെയ്തു. ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാനൊരു അടി ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു, നടന്നില്ല. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അത് നേരത്തെ ചെയ്യോ അതോ ആ ഓൺ ദി സ്പോട്ട് ആയിരിക്കോ? ഫൈറ്റ് പരിപാടി ചെയ്യും. ഒരു ദിവസം എടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകും, റെഫർ ചെയ്ത് പോകും. അതാണല്ലോ ഇന്റർവ്യൂട്ട്. മറ്റേ തക്കടി എനിക്ക് ഫൈറ്റ് മാത്രം അറിയുള്ളൂ. അതെ, പരിപാടി നമ്മളിപ്പോ ടോക്സിക്കിനകത്ത് കുറച്ച് ഇന്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. നമ്മളായിട്ട് കഷ്ടപ്പെട്ടാണ് ഒരു കൈ ഇങ്ങനെ ഇതാക്കണ സീൻ ചെയ്തു. അതെ അതെ, ഫസ്റ്റ് ടൈം ആണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ട് ഹരിക്കാണ് കൊടുക്കാത്ത വേറെ കൈയ്യറിന് വറക്കണ. ഓ, നിങ്ങളായിരുന്നല്ലോ അല്ലേ? നമ്മുടെ ഒരു പാർട്ടിൽ ഇത് ആൾക്കാർക്ക് മനസ്സിലായില്ല ശരിക്കും. ആ കഥയില് ഇവൻ ബെസ്റ്റ് കളിച്ച് വന്നിട്ട് അവര് തമ്മിൽ സംഭവം നടക്കുന്നുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലായില്ല അല്ലേ? അത് കൈ മാത്രം കൊടുത്തപ്പോ ചില ആൾക്കാർക്ക് അതിൽ മനസ്സിലായില്ല എന്തോ നടക്കാൻ പോകും. എനിക്ക് മനസ്സിലായല്ലോ. ആ വേർത്തേക്കിരുന്നപ്പേന് കുറച്ച് പകുതി വരെ മനസ്സിലായില്ല. അപ്പൊ നമ്മ അടുത്ത പാട്ടിന്റെ തുടക്കം ഇത് തന്നെ ആക്കിയിട്ട് അവര് കൈ പിടിക്കുന്ന സീനോട് കൊടുത്തപ്പോ പരിപാടി ഓണായി. ഈ വേർത്തതൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? സോറി, അത് അവര് ആദ്യമേ ജാമ്യം വെച്ച് ഞങ്ങള് പഠിച്ചോണ്ടിരുന്ന സമയത്ത് എങ്ങനെ ഇതെങ്ങനെയായിരിക്കും ടോക്സിക് കഥ മാറ്റുകയാണെങ്കിൽ വേറെ ഏത് രീതിയിലേക്ക് എടുക്കും?
അങ്ങനല്ല, ഇന്റിമസി സീൻ ഒഴിവാക്കിയിട്ട് ഇവിടെ രക്ഷിക്കാൻ പറ്റുന്ന ഓടി. ഞാനതാ പറഞ്ഞത്, ആ റൂമിന്റെ സീൻ ആവുമ്പോഴേക്കും എന്നെ രക്ഷിക്കാൻ അശ്വമായിരുന്നു. പക്ഷെ അതിനൊരു ഡെപ്ത് ഇല്ല. അതെ, അതാണ് മനസ്സിലാവണം. കാര്യങ്ങൾ നടന്നാലേ അതിനൊരു പവർ ഉള്ളൂ. ഞാൻ ലാസ്റ്റത്തെ പാർട്ടിൽ ഞാൻ മരിക്കൂലായിരുന്നല്ലോ, അതെ, അങ്ങനെയായിരുന്നു ആദ്യം സ്ക്രിപ്റ്റ് ആയത്. അതെ ചേഞ്ച് ചെയ്താണ്. നിങ്ങളുടെ ലൈഫില് ഈ ടോക്സിക് പോലെ തന്നെ എന്തെങ്കിലും ബെസ്റ്റികളുടെ എന്തെങ്കിലും കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? അക്കുവേ പറടാ, അക്കുവേ പറടാ, നിന്റെ ലൈഫിൽ എന്തോ ഒരു അഭിപ്രായം അഭിപ്രായം പറ നിന്റെ. ഇതെന്ത് ഞാൻ ചോദിച്ചോ? അത് സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, അതുണ്ട്. നീ പറ കാര്യം. ഇപ്പൊ ഒരുപാട് ലൈഫ് നമുക്ക് എത്ര മെസ്സേജുകളൊന്നും അറിയൂ, ബെസ്റ്റിയുടെയോ? മെസ്സേജുകൾ ചേട്ടാ ഞങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്നെ സ്കിപ്പാവുന്നു, ബാക്കിയുള്ളവരല്ലേ നിങ്ങൾക്കുണ്ടോന്ന നമ്മക്കാ നമ്മുടെ അല്ല നമുക്ക് എനിക്കുണ്ടായിട്ടില്ല. ഇതിവിടെ ഒരാൾക്ക് ഉണ്ടായിട്ടുള്ളതാണ്. എനിക്ക് ഇത് പറഞ്ഞിട്ട് തന്നെ ഒരാളൊരു കടന്നു വരവും അല്ലേ, ഒരാളുടെ അവസാനം ഇവന്റെ കഴിവ്. ചൈനയെ ചോദിക്കടാ, ഇവര് കമ്പ്യൂട്ടർ ആണെന്ന് ചോദിക്കും. താൻ കമ്പ്യൂട്ടർ ആണോ? തനിക്ക് ബെസ്റ്റ് തോന്നണം എപ്പോഴെങ്കിലൊക്കെ? ബെസ്റ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ കഥ ഒന്ന് പറഞ്ഞെന്താന്നുള്ളത്? അങ്ങനെ ഞാനല്ലേ ചോദ്യം ചോദിക്കുന്നത്? സ്കോർ ചെയ്ത അവൻ തന്നെ സ്കോർ ചെയ്തത്. സ്കോർ ചെയ്ത നിങ്ങൾ എന്താ ഇല്ല, അതാണ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം. അങ്ങനത്തെ ഒരു സാധനം അല്ലായിരുന്നു അത്. ആരാണ് നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഹേറ്റേഴ്സോ? പിന്നെ അതെന്തിനാ? എന്തായിരിക്കും അല്ലേ? പെണ്ണുടിയാണെന്നൊക്കെയാണ് അത് നാട്ടിൽ ഓരോരുത്തരൊക്കെ പറഞ്ഞേക്കണത്. ഒരു ലേഡിനോട് എന്നിട്ട് വേറൊരു ലേഡി പറഞ്ഞത് അമ്മമാരൊക്കെ പോലെ നടക്കണം, അമ്മരത്ര ശരിയല്ലട്ടോ, അമ്മ എന്ത് ചെയ്തിട്ടാ അങ്ങനെ പറഞ്ഞു. ആണോ? അപ്പം ഇതനുസരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നിങ്ങൾ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനോ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും പോകില്ല, അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. നമ്മ നമുക്ക് അതൊക്കെ പോക്കാൻ അതിനുണ്ടാവുള്ളൂ. ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്താ സപ്പോർട്ടാണോ അതോ ആദ്യമൊക്കെ പറയുമായിരുന്നോ? എനിക്കൊന്നും വേറെ പണിയില്ലടാ, മറ്റേ മറിച്ചത് വീട് കൊടുത്ത് നടക്കണ വർക്ക് നമ്മളെല്ലാരും വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരാവശ്യമില്ലാത്തൊരു പരിപാടിയാണെന്നുള്ള സ്കീമായിരുന്നു. പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കുറച്ച് അഭിപ്രായം പറയാൻ തുടങ്ങിയപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി. ആൾക്കാർ അവരോട് വന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങി. വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ, നന്നായിട്ട് ചെയ്യണം. ആ ഒരു സാധനമൊക്കെ വന്നപ്പോ കുറച്ചും കൂടി ഒക്കെ സപ്പോർട്ടാണ്. ഇപ്പൊ അവന്മാര് ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം. ഭാവിയിലെ വാഗ്ദാനങ്ങളാണെന്നൊക്കെ പറയാം. ഭാവി വാർത്തെടുക്കാന്ന് അല്ല, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ജോലിയായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നാണോ അതോ പാഷൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണോ? ലക്ഷ്യം എത്തിപ്പെടും, ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്, എത്തിപ്പെടും. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നത്. നമുക്ക് വാഴാറ്റുവാൻ എടുത്താൽ എല്ലാവരും ഏറ്റവും ആൾക്കാരും സോഷ്യൽ മീഡിയ നമുക്ക് കാണുമ്പോ തന്നെ അത്യാവശ്യം സന്തോഷമാണ്. നമ്മളും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളൊരു അവസരം ഉണ്ടല്ലോ, എന്നാലും എത്തിപ്പെടും എന്നുള്ളൊരു സാധനം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടണമെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വേഷങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ട് പിന്നെ നമ്മൾ അങ്ങ് ഇതായി പോകും. അത് നമുക്ക് കറക്റ്റ് ആ ഒരു ടൈമിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതാകും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചാൻസ് ഒക്കെ ചോദിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആരെങ്കിലും ചാൻസ് തരാനാണെങ്കിലും ഇൻസ്റ്റാ ത്രൂ കുറെ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ഇങ്ങോട്ട് എൻക്വയറി എന്തെങ്കിലും വന്നിട്ടില്ല? വന്നിട്ടില്ല. നിങ്ങൾ അയച്ചൊക്കെ കൊടുക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ടോ നേരത്തെ? ഓഡീഷന് 1-2 പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പോക്കില്ല. കാരണം അത് പ്രൊമോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണം. നോട്ട് പിള്ളേരും ഒരു ആരെയും അത് എടുത്തൊന്നും കേട്ടിട്ടൊന്നുമില്ല. പിന്നെ ഇതുപോലെ മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ എന്നാണ് ഒരുമിക്ക പിള്ളേരും ചെറിയ ഇങ്ങനെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തവരിലൊക്കെ എടുക്കണത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. അല്ലാണ്ട് ഈ കാസ്റ്റിംഗ് കോൾ വഴിയൊക്കെ എടുക്കണെന്ന് തോന്നണില്ല. നിങ്ങളുടെ ആരാണ് ഈ മറ്റേ ഈ ഇതൊക്കെ തിരിച്ചു കൊടുക്കുക? അതായത് ക്യാരക്ടേഴ്സിന്റെ ഇന്ന
ആളാണ് അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യാ, അതായത് നിങ്ങള് എനിക്കിത് മതി എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഇല്ല ഞാൻ എഴുതുമ്പോ എനിക്ക് ഒരു ഇതുണ്ടാവും, ഇത് ഇവൻ ചെയ്യണം, അത് ഞാൻ പറയും അവൻ ചെയ്യും, അങ്ങനെയാണ്. എന്തെങ്കിലും അശ്വിന് ഐഡിയ വരുമ്പോഴേക്കും ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുക, അത് അങ്ങനെയാണോ നിങ്ങളത് ഒരു ബേസിക് ഐഡിയ ഞാൻ ആദ്യം ഇവനെ വിളിക്കും, അഭിഷേകനെ വിളിക്കും, അവൻ പറയും കഥ പറയാനോട്, എന്നിട്ട് അക്കുനെ വിളിക്കും, അങ്ങനെ 3 പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യണത്. സ്ക്രിപ്റ്റ് ഓൾറെഡി ഞാൻ എഴുതും ഓൾറെഡി ഫുൾ ആയിട്ട്. ബേസിക് ഐഡിയാസ് ഇപ്പൊ ടോക്സിക് ക്ലൈമാക്സ് ഭാഗം വന്നപ്പോൾ ഇവനോട് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് മെയിനായിട്ട്. ഇവനാണ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു, അങ്ങനെയാണ് എഴുതുന്നത് അവസാന ക്ലൈമാക്സ്. ഞങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പരിപാടി നമുക്കൊരു എല്ലാവരും കൂടെ ഐഡിയ വരുമ്പോ അതൊരു അടിപൊളിയായിട്ട് വരും. ഒറ്റ ദിവസം കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അതോ പല പല ദിവസങ്ങളിലാണോ ഷൂട്ട് ചെയ്യുന്നത്? പല ദിവസങ്ങളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളെ പരിപാടി ഒരു വീഡിയോ, അതായത് ഒറ്റ വീഡിയോ ഇപ്പൊ നിങ്ങളത് പാർട്ട് പാർട്ടായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ വീഡിയോ എടുക്കാൻ ശരിക്കും ഒരു വീഡിയോ അപ്പൊ നമ്മൾ സ്പോട്ട് എഡിറ്റ് ചെയ്യണം, സ്പോട്ട് എഡിറ്റ് ചെയ്യാം, അന്ന് വൈകുന്നേരം തന്നെ ഇറക്കണമെങ്കിൽ ഇറക്കാം. അത് അശ്വൻ എല്ലാം കറക്റ്റ് ചെയ്യണത്. ഇവൻ ചെയ്യണമെങ്കിൽ ഇവന്റെ ഫോണിൽ ചെയ്യും, സ്പോട്ടിൽ നമ്മൾ ഒരു 5 സീൻ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യും, ഓക്കെ അല്ലെങ്കിൽ അത് മാറ്റണമെങ്കിൽ മാറ്റും, അങ്ങനെ 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 പോകും. വിത്ത് മ്യൂസിക് നമ്മൾ ചെയ്തു പോകും. കറക്റ്റ് ചെയ്ത് പോകുമ്പോ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സജഷൻസ് പറയാറുണ്ട് അതോ അശ്വിൻ ഒറ്റയ്ക്ക് തന്നെ ഓക്കെ ഇങ്ങനെ മതി എന്നുള്ള രീതിയിൽ അശ്വിന് വിട്ടു കൊടുക്കും? അങ്ങനെയല്ല, അവൻ ഡയറക്റ്റ് ചെയ്യും, നമ്മൾ പറയും ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവനായിരിക്കുമല്ലോ കൂടുതൽ ഇത് ചെയ്യണം. എല്ലാ കഥ ഏറ്റവും കൂടുതൽ അറിയാവുന്നവനായിക്കോളൂ. അവനറിയാ ആരെന്ത് പറയണമെന്നുള്ള കൃത്യമായിട്ട് അറിയാം. അവൻ കൃത്യമായിട്ട് പറഞ്ഞുതരുവൻ ഇങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയാം. അതിൽ മേലോട്ട് പോയാലും സംഭവിക്കുള്ളൂ. അത് മതി, കറക്റ്റ് അറിയാം എന്താണ് ഒരാൾ പറയേണ്ടതെന്നുള്ളത്. നിങ്ങളുടെ എന്തെങ്കിലും കണ്ടന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളായിട്ട് വെക്കാറുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരാണ്, അങ്ങനെ തന്നെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ? പാതിരക്കോഴി തന്നെ. അല്ലാണ്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളോ കാര്യങ്ങളോ ഉണ്ടോ? മീൻസ് എന്താ പറയാ, ഇപ്പൊ നിങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളല്ലാണ്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ അത്ര ഗേൾസിനാണെന്ന് തോന്നുന്നു അങ്ങനെ ഗ്രൂപ്പുകൾ കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ബോയ്സിന് അധികം ഗ്രൂപ്പുകളൊന്നും. മറ്റേ കുടുംബശ്രീയൊക്കെ ഒന്ന് കൂടണം, അവന്റെ കാര്യം പറഞ്ഞു ഇവന്റെ കാര്യം പറയണം, അവനോട് ഇങ്ങനെ പറഞ്ഞു. അത് വേറെ ഗ്രൂപ്പില്. അതെ അതെ ഇവളൊക്കെ മെയിനാണ് ഇവിടെ. ഇവളുണ്ട് വളരെ കൂട്ടുകാരുണ്ട്. അത് വേറെ, അത് ഇവർക്ക് മനസ്സിലാവില്ല. അതെ അതെ, ഗേൾസിനെ മനസ്സിലാക്കാൻ ബോയ്സിന് തോന്നിയിട്ടില്ല എന്നുള്ളത് അശ്വിന് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ ഷൂട്ടിന്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കതും നടക്കുക. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഫണ്ണെന്ന് പറയാമല്ലോ, അതൊരു പ്രശ്നം വരുന്നു. അതായത് നമ്മ +2 വരുന്ന സമയത്താണ് ചേട്ടൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയം. അതുകൊണ്ട് ഇത് റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. നമ്മുടെ നമ്മ പഠിക്കുന്നിടത്ത് നമ്മുടെ ഒപ്പം നടന്നുണ്ടായിരുന്ന കുട്ടിക്കുണ്ടായിരുന്ന സിറ്റുവേഷൻ നമ്മൾ ആക്കിയത് നമ്മുടേതായ രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അത് കുറച്ച് പ്രശ്നമായി. ആ കഥ കുറച്ച് പേരൊക്കെ ബാധിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ചിക്കായിട്ടുണ്ടായിരുന്ന ആളും അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് ബാധിച്ചിട്ട് അവർ ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവത്തിന് ഷോർട്ട് ഫിലിമൊക്കെ അത്യാവശ്യം നന്നായി റീച്ചായി. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടും ഇങ്ങനെ പരിപാടി ആയതുകൊണ്ട് അത് അത്യാവശ്യം ആൾക്കാരിലോട്ടൊക്കെ എത്തി. ഞങ്ങൾ മറ്റേ അമ്പലത്തിൽ മറ്റേ പരിപാടിക്ക് തുള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് 2 സൈഡിൽ നിന്ന് ഇടി. ഷിപ്പി എന്താ പ്രശ്നം? ഒന്നുണ്ടാവില്ല. പിന്നെ കുറച്ച് ഒന്നും കൂടി ഇടി. ഇതതിന്റെ അമ്മമാര് ചുറ്റി നമ്മളെ വളഞ്ഞു. ഞാനപ്പോ സൈഡിൽ കൂടി സൈഡന്റെ വീട്ടിലോട്ട് വിട്ടു. അമ്മമാര് വളഞ്ഞു. നീ എന്താ നമ്മളെ കുട്ടികളെ വെച്ച് റീലെടുക്കൂലെന്ന് പറഞ്ഞ അച്ഛനെ ചകളത്തോക്കി പറഞ്ഞു കൊടുത്തു. പിന്നെ അപ്പുറത്തേക്ക് ആൾക്കാരെ കൂടി അത് പ്രശ്നമായി, ഓടിക്കൂടി ഭയങ്കര പ്രശ്നമായി. ആൾക്കാരൊക്കെ അറിഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? ഞാനോട് ഞാൻ ഫോൺ എടുക്കാൻ പോയാണ്. അത് നല്ലൊരു സീനായിരുന്നു. അത് പാട്ടുറങ്ങുന്നതിന് സെൻസർ ബോർഡൊക്കെ ഉണ്ടായി. 5 പേരൊക്കെ ഒന്ന് ഷോർട്ട് ഫിലിം കാണിച്ചിട്ടൊക്കെയാണ് കുറെ സീനെ കട്ട് ചെയ്തിട്ട് ഇറക്കിയത്. ഞങ്ങൾ ലാസ്റ്റ് വരെ ഇറക്കിക്കോളാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ഇറക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 കൽപ്പിച്ച് ഇറക്കി. അത് കഴിഞ്ഞിട്ടാണ് ഈ സീൻ ഉണ്ടായത്. അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് ഒക്കെ വരും എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു ഓൾറെഡി മനസ്സിലായി. പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഇതിന് മുമ്പായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി, എടാ ഇങ്ങനെ ചെയ്യരുതിട്ടാ ശരിയാവൂലെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓഹോ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മത് വലിയ കുഴപ്പമില്ല എന്നുള്ള വിധത്തിനാണ് വെച്ച് വിട്ടളഞ്ഞ്. പിന്നെ ഉമ്മര് വന്ന് കാണാൻ വന്ന് സംസാരിക്കുകയും ചെയ്തു. പിന്നെ വലിയ കുഴപ്പമില്ലാന്ന് കോംപ്രമൈസ് അടിച്ച് വിട്ട്. പിന്നെയാണ് ഈ പ്രശ്നം. നല്ലൊരു അടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പേടിച്ചിട്ടുണ്ടോ? ആൾക്കാരെ അംഗീകരിച്ചു തുടങ്ങി. പ്രശ്നമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകണം.
പഠിക്കണ സമയത്താണ് അശ്വിനി പ്രശ്നങ്ങൾ. പ്രണവ് എന്നാണ് പേര്. പ്രണവ് വേറെ ഏതെങ്കിലും സിനിമയിലുണ്ടോ? ഉണ്ട് ഇല്ല. ഈ കാണുന്നല്ലേ കാണിക്കുന്നത് അല്ലേ? ഞാൻ അഭിനയം തന്നെ കുറവായിരുന്നു. ഇപ്പൊ ടോക്സ് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏതൊരു സിനിമയിൽ കണ്ടോ അതെ നമ്മളറിയാതെ പോരുന്നോന്ന്. അല്ല എനിക്ക് എപ്പോഴോ വേറെ എന്തെങ്കിലും സീരിയസ് ആണെന്ന് ചോദിച്ചാ അല്ല ഞാൻ എപ്പോഴും ഇത് കണ്ടത് തോന്നി. ഇപ്പൊ ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാരാ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെ നോക്കിയാ? അതാ ശരി. ആ അശ്വിൻ പക്ഷെ അധികം അഭിനയിക്കാറില്ലല്ലോ. പിന്നെ റിയൽ ലൈഫ് അയ്യോ അങ്ങനൊന്നും പറയില്ല നീ, ഇങ്ങനൊന്നും പറയണ്ട. എന്താ അശ്വിന്റെ പ്രത്യേകത? എങ്ങനെന്ന് ഇവിടെ ചിരിയാണ് മെയിൻ. ക്യൂട്ട്. എന്തേലും പറഞ്ഞു കഴിഞ്ഞാ സപ്പം പഠിക്കും പുള്ളി. മണിക്കരുടെ വെറുതെ സീരിയസ്നെസ് സീരിയസ് ആയിട്ടൊന്നുമില്ല. എല്ലാരും ഒരേ ഒരു വൈബാണ്. അതെ ഒരു വൈബാണ് എല്ലാരും. നിങ്ങക്ക് പ്രശ്നങ്ങളാണല്ലോ വേണ്ടത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പറയാൻ പറ്റാത്ത അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. പലർക്കും ബാധിക്കും. നമ്മ ഒരാളുടെ ലൈഫിൽ ബാധിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങക്ക് യൂട്യൂബ് ചാനൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുണ്ടോ? അതെന്താ യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങാത്തെ? യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ട് മ്യൂസിക്കിന്റെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അശ്വിനി സ്വന്തമായിട്ട് പാട്ടൊക്കെ എഴുതി ചെയ്യുന്നുണ്ട്. പാട്ട് എഴുതും. ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാനുള്ള അപ്പൊ യൂട്യൂബിലൂടെ ഇപ്പൊ നമുക്ക് നമ്മ ആ ഒരു BGM ഒക്കെ വെച്ചായിരിക്കും ആ സീൻ തന്നെ നമുക്ക് elevate ചെയ്തേ. ഒരു ഇത് അതിനൊരു ഡെപ്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മ്യൂസിക് തന്നെ വേണം. പ്രത്യേകിച്ച് ഹീറോയ്ക്കൊക്കെ വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ടോക്സിക്കിനെ അതിന് അവസാനത്തെ ആ ഒരു മറ്റേ കിഷ്കണ്ടാണത്തിലെ BGM അത് വെച്ച് ഭയങ്കരമായിട്ട് പീക്ക് ചെയ്തേക്കും. അപ്പൊ ആ ഒരു സാധനത്തിൽ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ അല്ലാണ്ട് ചെയ്യിപ്പിക്കാറുണ്ടോ? എന്താണ് എന്താ പറയാ മ്യൂസിക് എക്സ്പെൻസീവ് ആണ് ഭയങ്കര. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അത്രയും പൈസ മുടക്കാൻ പറ്റൂല. എനിക്കൊന്നും യൂട്യൂബിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു മോണിറ്റൈസേഷൻ ഒക്കെ ആയി അങ്ങനെയൊക്കെ സെറ്റ് ആയി ചെയ്യണം. പ്ലാനുകളുണ്ട് പക്ഷെ എല്ലാരും ജോലിക്കാരാണ്. എല്ലാരും ജോലി ആയിട്ടുള്ള ഒരു സമയം ഓഫ് എടുത്തും ഉച്ചണ്ടും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. ഓഫ് എടുത്തയോ അതോ സൺഡേസിൽ മാത്രമാണ്? ഓഫ് എടുത്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അശ്വിനി ജോലി നിർത്തി. ഇത് ചെയ്യുന്നോണ്ടാ? അപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, ഇവൻ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മ അഡ്ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വരും. പിന്നെ ഇതിന്റെ കോർഡിനേഷൻ ആണ് ഏറ്റവും വലിയ പരിപാടി. 10 പേരൊക്കെ ഉള്ളൊരു പരിപാടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കടവാരത്തിന്റെ ഞാൻ ആ കട അപ്പൊ അതിന്റെ ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനിൽ 11 പേരുണ്ടായിരുന്നു. അപ്പൊ അത് 11 പേരെ കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും അവസാനം നിർത്തി. ഫൈനൽ എപ്പിസോഡ് എടുത്തില്ലായിരുന്നു. കൊറേ പേര് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളൊരു ഭയങ്കര പരിപാടിയാണ്. ഇപ്പൊ നിങ്ങളുടെ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ഇപ്പം എന്തെങ്കിലും 1.5 കൊല്ലം കൂടി ഇങ്ങനെ പോകും. അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സീരീസുകൾ നല്ല സീരീസ് സിനിമാറ്റിക് സീരീസ് എടുത്തു പോകാന്നുള്ളതാണ് പരിപാടി. ഈ യൂട്യൂബിലേക്ക് എന്താ നിങ്ങളത് ഫോക്കസ് ചെയ്യാത്ത? സമയം ഇല്ലാത്തത് കൊണ്ടാ മാത്രമാണോ അതോ ഇനിയിപ്പം റീൽസിനാണ് കുറച്ചുകൂടി ഇത് എന്ന് തോന്നിയിട്ടില്ല? നമുക്കിപ്പോ അത് വേണമെങ്കിൽ എടുത്ത് ഇൻസ്റ്റയിലൂടെ യൂട്യൂബിലൂടെ പക്ഷെ അതിന് വേണ്ടിയുള്ള BGM ഓപ്പറേറ്റിംഗ് ഇഷ്യൂ നടപടിയില്ല. അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ല എക്സ്പെൻസീവിന്റെ കാര്യമല്ല, ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പം ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. നിങ്ങളത് എനിക്കൊന്നും നിങ്ങൾ സെർച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത് അങ്ങനെ അധികം. പക്ഷെ മിക്കവരും ഇപ്പൊ ഇങ്ങനത്തെ കണ്ടന്റ്സ് പോകണല്ലേ, ഈ BGM വൈസ് കണ്ടന്റ്സ് പോകണം. അവർക്കൊന്നും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. പിന്നെ മറ്റേ കോമഡി കണ്ടന്റ്സ് പോകില്ലേ, അവരുടെ പിന്നെ കോമഡി മറ്റേ കൗണ്ടേഴ്സിലാണ് അവരുടെ കയറി പോണത്. ഇങ്ങനെ ലവ് മൂഡ് അല്ലെങ്കിൽ ഒരു ഹീറോയിക് മൂഡൊക്കെ ചെയ്യണ BGM വേണം. അപ്പൊ മറ്റവന്മാരെ കൊണ്ട് ജീവിച്ചാൽ ഇപ്പൊ ഈ ചെയ്യണ പിള്ളേരുണ്ടാവും, അവന്മാരെ കൊണ്ട് ജീവിക്കുമ്പോൾ ടു അങ്ങനത്തെ ഒരു സാധനം വന്നത്. അത് വെച്ച് നമുക്ക് ഇത് എലവേറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ കുറച്ച് സീരിയസ് ആയി പോയോന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങക്ക് എന്താ പറയാ അധികം ഫണ്ണൊന്നും ആകാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. നിങ്ങക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടാണോ അതോ അധികം ഫൺ ഇല്ലാത്തതുകൊണ്ടാണോ? എന്ത് ചോദിച്ചാലും ഇതേ ഉള്ളു മറുപടി. എന്തായാലും ഇനി ചെന്നിട്ട് എന്താണ് പ്ലാൻ? ഇനി അടുത്ത എന്തെങ്കിലും സീരീസ് ഉണ്ടോ? ഇന്ന് ഏതായാലും നിങ്ങൾ ഇതിനു വേണ്ടി ഓഫ് എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇനി വർക്ക് മീൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അടുത്തിനി വരാൻ പോകുന്ന സ്റ്റോറീസിന്റെ സസ്പെൻസ് എന്തെങ്കിലും പൊട്ടിക്കാനായിട്ട് താല്പര്യം? ചാപ്റ്റർ 2 അതിന് ശരിക്കും പറഞ്ഞാൽ ടോക്സിക്കിന് കുറെ ആൾക്കാർ, എനിക്ക് കുറെ ഫോളോവേഴ്സ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അശ്വിന്റെ മാത്രം ഇതല്ലല്ലോ, ഇത് എല്ലാരും കൂടെ ഉള്ളിട്ടുള്ള ടോക്സിക്. ഓക്കെ
ഡയലോഗ്സ് ഒക്കെ എല്ലാം അല്ല ഇപ്പൊ അവനും ചെയ്യണ്ട് ഞാനും ചെയ്യുന്നുണ്ട്. ആ അപ്പൊ അവൻ എഴുതണ അവൻ ഫുള്ള് ചെയ്യും, ഞാൻ എഴുതണ ഞാൻ ഫുള്ള് ചെയ്യും. അങ്ങനെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൊളാബിട്ടിട്ട് പോസ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളുടെ ഒരുപാട് സീരീസിനായിട്ട് വെയിറ്റിംഗ് ആണ് ആൾക്കാര്. അപ്പോൾ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.